நெஞ்சுக்குள்ள நீ மின்னல் அடிப்ப, கண்ணுக்குள்ள நீ கதை படிப்ப, குண்டு குழிவான் சிரிப்பால பெத்து பிடிக்கும் நினைச்சால. அவ பார்த்தால பத்தேக்குமே, சிரிச்சால சிக்கிக்குமே, உயிர் மேல கீழே வந்து ஊஞ்சல்லாடுதடி. பின்னால நிக்கும் கூட்டம் தன்னால போடும் ஆட்டம், கொண்டாட நீயும் வந்தா செம்ம சந்தோஷம். கண்ணவாடி கண்ணவாடி கொல்லுதடி கள்ளவிழி, வந்து என்ன எது கடி நீ. கண்ணவாடி கண்ணவாடி கொல்லுதடி கள்ளவிழி, வந்து என்ன எது கடி நீ. ഹൃദയപൂർവമായ സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാ നിമിഷങ്ങളും ഇരട്ട സന്തോഷം ആഘോഷിക്കുകയാണ്. ഒരു വശത്ത് ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ദിനത്തിന്റെ മധുരം, മറുവശത്ത് നമ്മുടെ പ്രിയപ്പെട്ട വരനും വധുവിനും വേണ്ടി മധുരം വെപ്പിനുള്ള സന്തോഷം. ഈ ഇരട്ട ആഘോഷങ്ങൾ ഓരോരുത്തർക്കും ഒരു അവിസ്മരണീയമായ അനുഭവങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ഇന്നത്തെ ദിവസത്തിന് ആനന്ദം പങ്കിടാൻ ഈ വേദിയിലിരിക്കുന്ന എത്തിയിരിക്കുന്ന എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു മെരി ക്രിസ്മസ് പറഞ്ഞു തുടങ്ങിയാലോ? എല്ലാവരും കൂടി ഒരുമിച്ച് പറയില്ലേ? മെരി ക്രിസ്മസ് ടു ഓൾ. പിന്നെ ക്രിസ്മസ് ആണ്, അപ്പോ അതിന്റെ സന്തോഷത്തോടൊപ്പം നമുക്ക് ഇന്ന് വേറെ സന്തോഷം വന്നിരിക്കുകയാണ്. നമ്മുടെ സ്നേഹ ചേച്ചിയുടെയും ജോഷ ചേട്ടന്റെയും മധുരവെപ്പാണെന്ന്. അപ്പൊ അതിന് സന്തോഷം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടില് ഒരു നല്ലൊരു എന്തെങ്കിലും ഉദ്യമം ഉണ്ടെങ്കിൽ നമ്മളത് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആരംഭിക്കുക, അല്ലേ? അപ്പൊ നമുക്കൊരു പ്രാർത്ഥന ഗീതായാലോ? അതിനുവേണ്ടി ഞാൻ ആഗ്നേനെ സ്വാഗതം ചെയ്യാണ്. അനുപമ സ്നേഹ ചൈതന്യമേ, മണ്ണിൽ പ്രകാശിച്ച ദീപമേ, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപ സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നമുക്ക് ആ ഒരു ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മാമ്മ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അപ്പൊ അമ്മാമ്മേനെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യ പൈങ്കിളി, വാനം പറക്കുന്ന മാനം പാടി സ്നേഹിച്ചു, ഒരു വാനം പാടി സ്നേഹിച്ചു. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാനത്തെ പൈങ്കിളി, വാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു, ഒരു വാനം പാടി സ്നേഹിച്ചു. കൂട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കോട്ടിലിരുന്നവൾ കനവു കണ്ടു, ഓരോ കിനാവിലും
മാലാഹന്മാർ വന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. അന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. പഞ്ചതന്ത്രം കഥയിലി പഞ്ചവർണ്ണ കുടിലിലി മാണിക്യ പൈങ്കിളി വാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു. ഒരു വാനം പാടി സ്നേഹിച്ചു. അകലമണ പുറത്തവൻ പാടി അവയുടെ മൗനമാതേറ്റുപാടി. യെരുശലേം പുത്രിയെ പോലെ കൂട്ടുകാരറിഞ്ഞപ്പോൾ വീട്ടുകാരറിഞ്ഞപ്പോൾ നാട്ടില് മൊത്തം പാട്ടായി. ഇന്നോ നാളെയോ വരും മനസ്സു ചോദ്യത്തിന് വരുമെന്ന് ഓർത്തവൾ ആശിച്ചു. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാനത്തെ പൈങ്കിളി വാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു. ഒരു വാനം പാടി സ്നേഹിച്ചു. മുറിക്കിൻ്റെ ഈ നിങ്ങളുടെ ചുട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? വെള്ളത്തുണിയിട്ട് മാനത്തെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ നേരത്ത് പള്ളിയിൽ പോകണ നേരത്ത് ഓടക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഓശന പാടണതാരാണ്? ഓശന പാടണതാരാണ്? കിഴക്കും ദിക്കിലെ ചെന്തെങ്ങിൻ കരിക്കു പൊങ്ങിയ നേരത്ത് മുറിക്കിൻ്റെ ഈ നിങ്ങളുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? ആരും യാത്ര ചെയ്യാത്ത ബസ്. ക്യാമറമാനോട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കേട്ടാ നിങ്ങൾ ഉത്തരം? ചേട്ടാ ഉറക്കെ പറ. സിലബസ് കുട്ടികൾ യാത്ര ഉണ്ടാവില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ആരും കൂട്ടാത്ത കറി. ആരും കൂട്ടാത്ത കറി. പച്ചക്കറി എന്നൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ആണോ? പച്ചക്കറി നമ്മൾ കൂട്ടാറില്ലേ? ആർക്കറിയില്ല? ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. ബേക്കറി. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടാ. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും. എന്താ അത്? അടുത്ത ക്വസ്റ്റ്യൻ. മരിക്കാതിരിക്കാൻ എന്ത് വേണം? മരിക്കാതിരിക്കാൻ എന്ത് വേണം? ഏകദേശം. ഓ, ഇതെല്ലാം പഠിച്ചു വെച്ച് വന്നേക്കും. അല്ല, ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടുള്ളൂ. ശരിയല്ലേ? ഒത്തിക്കറാ എന്നാ തുടങ്ങിക്കോ. കളകള മിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിയിൽ ഒരു ഉളകം. തുടങ്ങിക്കോ. അതാണ് അതിനപ്പുറത്ത് വെച്ച് പിടിക്കാം നമുക്ക്. ഈ പാട്ട് കറക്റ്റ് ആയിട്ടാ. കുറച്ചേരം വെച്ചോ. എന്നാ അടുത്ത് തരട്ടെ ഇതിന്റെ അപ്പുറത്തെ പേജിലെ. എന്നാ ഇത് ആദ്യം പറയട്ടെ അല്ലേ? ഇത് ആദ്യം പറയട്ടെ അല്ലേ? ഇത് മതിയില്ലേ? എന്നൊക്കെയുള്ളതായ ഇതുകൊണ്ടല്ല അവസാനിച്ചു എന്നാ പറയണേ. എന്തൊക്കെ ചെയ്യ അവസാനിച്ചിട്ടില്ലേ? അപ്പൊ ഗെയിം മാറ്റാന്ന് പറയണേ. എന്താട്ടെ ഗെയിം കണ്ടിന്യൂ അല്ലേ? അല്ല, ഞാൻ ചോദിച്ചല്ലോ, അത് കിട്ടിയില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ച് സ്ലോയില് പറഞ്ഞുതരാം. കള മിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുള്ളിൽ ഒരു പുളകം. നടക്കുവോ? അതൊക്കെ പഠിക്കണം. അതാണ് പ്രശ്നം. സെറ്റായ? ഞാൻ പറ്റില്ല. ശരി, എന്നാ വേറെ പറ. ബൾബ്, ബ്ലൂ ബൾബ് എന്നൊക്കെ പറ. കരളിലും മലരും തൊഴുതിലും ഒരനുകൂലം ഇളകിയ ചുരുളകം. അതാണ് കരളിലുള്ള ആളെയൊക്കെ കെട്ടിക്കഴിഞ്ഞു മോളെ. അതൊക്കെ പണ്ട് കെട്ടി വെത്തല്ലേ. ഞാൻ തോറ്റു. ഈ കളിയിൽ ഞാൻ തോറ്റു.